വെൽക്കം ടു 7 Day Miracles ചാനൽ. ഒരു ചോദ്യം, നീ ഹാപ്പിയാണോ? സീരിയസ്ലി ഡീപ്പായി ആൻസർ ചെയ്യൂ. നിന്റെ ജീവിതം എക്സാക്ട്ലി നീ സ്വപ്നം കണ്ട തന്നെയാണോ? ബഹുഭൂരിപക്ഷം ആൻസർ അല്ല എന്നായിരിക്കും. കാരണം നമ്മെ പഠിപ്പിച്ചത് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ സർവൈവ് ചെയ്യുന്നതിന് പുറമേ നന്നായി ജീവിക്കാൻ, വളരാൻ, ഉയരാൻ ആരും നമ്മെ ട്രെയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ സ്കൂൾ സിസ്റ്റം മാർക്സിനായി ട്രെയിൻ ചെയ്യുന്നു, സൊസൈറ്റി സേഫായി ജീവിക്കാൻ ട്രെയിൻ ചെയ്യുന്നു. പക്ഷെ ലൈഫിൽ വിജയിക്കാൻ വേണ്ട കോഡ് അത് നമ്മോട് ആരും പറയുന്നില്ല. ആ കോഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 7 സിമ്പിൾ ബട്ട് പവർഫുൾ സീക്രട്സ്. ഇന്നലത്തെ പോലെ തന്നെ നിനക്ക് ഇന്നും ജീവിക്കണോ, അല്ലെങ്കിൽ ഇന്ന് മുതൽ ലൈഫ് ചേഞ്ച് ചെയ്യണോ? ഡിസിഷൻ നിന്റേതാണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ കേൾക്കണം. Because sometimes one sentence can change your life forever. ലൈഫ് മാറാൻ വേണ്ട ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിന്റെ മോർണിംഗ് റൊട്ടീൻ ചേഞ്ച് ചെയ്യുക എന്നതാണ്. അലാം സ്നൂസ് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വലിയ വിജയം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിന്റെ ബ്രെയിനിന് നീ ആദ്യം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ ഞാൻ ഡിലേ ചെയ്യും എന്നതാണ്. എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞിരുന്നു, മോർണിംഗ് കൺട്രോൾ ചെയ്യുന്നവർ ഡേ കൺട്രോൾ ചെയ്യും, ഡേ കൺട്രോൾ ചെയ്യുന്നവർ ലൈഫ് കൺട്രോൾ ചെയ്യുമെന്ന്. സോ എൻ്റെ റിക്വസ്റ്റ്, അലാം ഒന്ന് റിങ് ചെയ്താൽ ഉടനെ തന്നെ എഴുന്നേൽക്കുക. ഫസ്റ്റ് 30 മിനിറ്റ്സ് ഫോൺ തൊടരുത്. ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബട്ടൺ മോർണിംഗ് ആണ്. എങ്ങനെയാണ് നിന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയായിരിക്കും നിന്റെ ഡേ മുഴുവനും പോകുന്നത്. മൊബൈൽ സ്ക്രോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലോ മൈൻഡ് ഓൾറെഡി റിയാക്റ്റീവ് മോഡിലാകും. പക്ഷേ മോർണിംഗിൽ 30 മിനിറ്റ്സ് കംപ്ലീറ്റ്ലി നിനക്കായി ഉപയോഗിച്ചാലോ എന്ത് ചലഞ്ചസ് വന്നാലും മൈൻഡ് സ്റ്റേബിൾ ആയിരിക്കും. രാവിലെ എണീറ്റാലുടൻ 5 മിനിറ്റ്സ് ടോട്ടൽ സൈലൻസിൽ ഇരിക്കുക. നിന്റെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനുശേഷം ഇന്ന് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5 മിനിറ്റ്സിനുള്ളിൽ നോട്ട് ചെയ്യുക. അതിനുശേഷം 10 to 15 മിനിറ്റ്സ് ബോഡി മൂവ്മെന്റ് ചെയ്യുക. അതായത് വാക്കിങ്ങോ സ്ട്രെച്ചിങ്ങോ യോഗ, അങ്ങനെ ബോഡി മൂവ് ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ചെയ്യുക. ഈ ഹാബിറ്റ് 30 ഡേയ്സ് നിങ്ങൾ ചെയ്താൽ നിന്റെ ഫോക്കസ്, എനർജി, കോൺഫിഡൻസ് എല്ലാം ട്രിപ്പിൾ ആകും. നീ മോർണിംഗിൽ കാം ഫോക്കസ്ഡ് ആയാൽ നിന്റെ ഡിസിഷൻസ്, പ്രൊഡക്ടിവിറ്റി, കോൺഫിഡൻസ് എല്ലാം മാറും. മോർണിംഗ് ഡിസൈഡ്സ് ദി ക്വാളിറ്റി ഓഫ് യുവർ ഡേ ആൻഡ് യുവർ ഡേ ഡിസൈഡ്സ് യുവർ ലൈഫ്. എന്തിനേക്കാളും ഡേഞ്ചറസ് ആയൊരു കാര്യമാണ് അൺകൺട്രോൾഡ് മൈൻഡ് എന്നത്. ഇഫ് യു ഡോണ്ട് കൺട്രോൾ ഇറ്റ്, വേൾഡ് വിൽ. ന്യൂസ്, സോഷ്യൽ മീഡിയ, ഗോസിപ്പ് ഇതെല്ലാം മൈൻഡിനെ ഹൈജാക്ക് ചെയ്യും. ദിവസം 15 മിനിറ്റ് മൈൻഡ് ട്രെയിൻ ചെയ്യൂ. റീഡിംഗ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ ഇതെല്ലാം മൈൻഡിനെ ഷാർപ്പൻ ചെയ്യും. റിമെമ്പർ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മസിൽ പോലെയാണ്. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. എനർജി ഇല്ലെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾക്കും വിലയില്ല. നമ്മുടെ ആരോഗ്യത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ട്രീറ്റ് ചെയ്യണം. ഹെൽത്തി ഫുഡ്, വാട്ടർ, ഗുഡ് സ്ലീപ്പ്, ബോഡി മൂവ്മെന്റ്സ് എന്നിവ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ജങ്ക് ഫുഡ്, ലേറ്റ് നൈറ്റ്സ് ഇവയെല്ലാം വിഡ്രോൾസ് ആണ്. എല്ലാവരെയും പോലെ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടും എം ടി ആകും. സോ ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നിന്റെ സർക്കിൾ നിന്റെ ഭാവി നിർണ്ണയിക്കും. നിന്റെ ക്ലോസസ്റ്റ് ആൾക്കാർ, അവരുടെ ആവറേജ് ആയിരിക്കും നിന്റെ ലൈഫ്. നെഗറ്റീവ്, ലേസി, ഗോസി പീപ്പിൾ ഇവരെല്ലാം നിന്റെ എനർജി ഡ്രെയിൻ ചെയ്യും. വിന്നേഴ്സിനെ സറൗണ്ട് ചെയ്യും. ഈവൻ ഇഫ് ദേ ആർ അഹെഡ് ഓഫ് യു, അവർ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു അവസരം കിട്ടിയാൽ ഞാൻ തെളിയിച്ചു തരാം. പലരും പറയുന്നു, പക്ഷെ സത്യം എന്താ? അവസരങ്ങൾ ഓൾറെഡി സ്കില്ലുള്ളവർക്കാണ് കിട്ടുന്നത്. അവസരം കിട്ടുന്നതിന് മുൻപ് സ്കില്ല് ബിൽഡ് ചെയ്യണം. സിംഗറിന് സ്റ്റേജ് കിട്ടിയപ്പോൾ പ്രാക്ടീസ് തുടങ്ങുന്നത് ദുരന്തം. സ്റ്റേജ് കിട്ടുന്നതിന് മുൻപ് പ്രാക്ടീസ് ചെയ്യുന്നവനാണ് ഷൈൻ ചെയ്യുന്നത്. അപ്പോൾ സീക്രട്ട് എന്താ? അവസരങ്ങളെ പിന്തുടരണ്ട, സ്കില്ലിനെ പിന്തുടരൂ. സ്കില്ലുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. ഒരു സ്കിൽ മാസ്റ്റർ ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലാതെ ഇംപ്രൂവ്മെന്റ് ഇല്ല. 5x റൂൾ. നീ ഒരു സ്കിൽ ലേൺ ചെയ്യുമ്പോൾ അത് ഒരിക്കലല്ല 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സ്പീക്കിംഗ് പ്രാക്ടീസ്, റൈറ്റിംഗ്, കോഡിംഗ്, ഡ്രോയിങ്, വാട്ടെവർ. നമ്മുടെ ജീവിതത്തിൽ 100 കാര്യങ്ങൾ ചെയ്യാനുള്ള ലിസ്റ്റ് ഉണ്ടാകും. പക്ഷേ സ്റ്റഡീസ് എന്താ പറയുന്നത്? നമ്മുടെ റിസൾട്ടിൽ 80% നമ്മൾ ചെയ്യുന്ന 20 കാര്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന്. അതായത് ഫോക്കസ് ചെയ്യുന്നവരാണ് വിന്നേഴ്സ്. സോ ഡേ തുടങ്ങുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. 3 കാര്യങ്ങൾ തീർക്കുന്നതിന് മുൻപ് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നീ ബിസി ആയിരിക്കാം, പക്ഷേ നോട്ട് പ്രൊഡക്റ്റീവ്. ബിസി ആണോ പ്രൊഡക്റ്റീവ് ആണോ അത് ആദ്യം മനസ്സിലാക്കണം. റിമെമ്പർ, ടൈം മാനേജ് ചെയ്യുന്നതല്ല, എനർജി മാനേജ് ചെയ്യുന്നതാണ് സക്സസ്. ദി പവർ ഓഫ് സേയിങ് നോ.
നമ്മുടെ ബിഗ്ഗസ്റ്റ് എനർജി ലീക്ക് എന്താണെന്ന് അറിയാമോ? നമ്മുടെ അൺനെസസറി കമ്മിറ്റ്മെന്റ്സ്. അതിനാൽ ജീവിതത്തിൽ ഒരു സ്കിൽ വേണം. എന്തിനുള്ള സ്കില്ലാ വേണ്ടത്? നിനക്ക് നോ പറയാനുള്ള സ്കിൽ. ഒരു യെസ് ഒരു നോ രണ്ടിനും ഈക്വൽ പവറാണ്. പക്ഷേ റാൻഡം എസ്സുകൾ പറഞ്ഞാൽ നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ട സമയം, എനർജി ഇവയെല്ലാം മെല്ലെ വാനിഷ് ആകും. ആദ്യമൊക്കെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ബാഡായി ഫീൽ ചെയ്യാം, പക്ഷെ അവർ സ്ലോലി മാറിക്കൊള്ളും. ബിക്കോസ് യു വാല്യൂ യുവർ ടൈം. അവർ അത് തിരിച്ചറിയും. ഒരു ഫാക്ട് പറയട്ടെ, നമ്മുടെ സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ 90% നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വറി ചെയ്യുന്നതുകൊണ്ടാണ്. ന്യൂസ്, പൊളിറ്റിക്സ്, ഗോസിപ്പ്, സോഷ്യൽ മീഡിയ, ഡ്രാമ. നിനക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ നീ നിന്റെ എനർജി അതിൽ വേസ്റ്റ് ആക്കുന്നു. നിന്റെ ശ്രദ്ധ സർക്കിൾ ഓഫ് കൺട്രോളിൽ വയ്ക്കുക. നിന്റെ ഹാബിറ്റ്സ്, ഡിസിഷൻസ്, ലേണിംഗ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുക. നീ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ നിന്റെ മനസ്സും നിന്റെ ഭാവിയും ഒരുപോലെ തിളങ്ങും. The 1% ഇംപ്രൂവ്മെന്റ് റൂൾ. ഒരു വലിയ മാറ്റം ജീവിതത്തിൽ വരാനേ ഒരു വലിയ ആക്ഷൻ വേണ്ടെന്നേ. ഓരോ ദിവസവും ചെറിയൊരു ഇംപ്രൂവ്മെന്റ് മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ ഓരോ ദിവസവും 1% ഇംപ്രൂവ് ചെയ്തു എന്ന്. ഒരു വർഷത്തിന് ശേഷം 37 ടൈംസ് നീ ബെറ്റർ ആകും. ദാറ്റ്സ് കോമ്പൗണ്ട് ഗ്രോത്ത്. റീഡിംഗ് ഹാബിറ്റ്സ്, 10 പുഷപ്സ്, 1 ന്യൂ ഇംഗ്ലീഷ് വേർഡ്, 5 minutes മെഡിറ്റേഷൻ. ചെറിയ കാര്യങ്ങൾ പക്ഷേ ബിഗ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. സോ സ്റ്റോപ്പ് ചേസിംഗ് ഓവർനൈറ്റ് സക്സസ്. ഫോക്കസ് ഓൺ ഡെയിലി 1% ഗ്രോത്ത്. സമയം വിലപ്പെട്ടതാണ്, പക്ഷേ ടൈമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ എനർജി. നിന്റെ എനർജി ലോ ആണെങ്കിൽ നിന്റെ മൈൻഡ്, മൂഡ്, പ്രൊഡക്ടിവിറ്റി എല്ലാം തകരും. ഉറക്കം, ഫുഡ്, എക്സസൈസ് ഇവയൊന്നും അവഗണിക്കരുത്. നിന്റെ എനർജിയാണ് നിന്റെ വർക്കിന്റെ ഫ്യൂവൽ. ഫാസ്റ്റ് ഫുഡ്, ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ്, നോ മൂവ്മെന്റ് ഇവയെല്ലാം നിന്റെ എനർജി ഡ്രെയിൻ ചെയ്യും. സോ ഓർക്കുക, ഹൈ എനർജിയാണ് ഹൈ ലൈഫ് ക്വാളിറ്റിക്ക് വേണ്ടത്. ജീവിതത്തിൽ സംതൃപ്തി കിട്ടണമെങ്കിൽ ഒരു ലക്ഷ്യം വേണം. സന്തോഷം എന്നത് ഒരു ടെമ്പററി ആണ്, ലക്ഷ്യമാണ് പ്രധാനം. മൂവീസ്, ഗെയിംസ്, സ്ക്രോളിംഗ് ഇതെല്ലാം ഫണ്ണാണ്, പക്ഷേ അതിന് നമ്മുടെ മനസ്സിന് ലോങ് ടേം മീനിങ് കൊടുക്കില്ല. നമുക്കൊരു പർപ്പസ് വേണം, ഒരു ഗോൾ വേണം, ഒരു കാരണം വേണം, ഒരു ലക്ഷ്യം വേണം. അതാണ് നിനക്ക് മോർണിംഗിൽ എഴുന്നേൽക്കാനുള്ള റീസൺ ആയിരിക്കേണ്ടത്. ആസ്ക് യുവർ സെൽഫ് ഡെയിലി, ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്? അത് കണ്ടെത്തിയാൽ നിന്റെ എനർജി, ഫോക്കസ്, ഹാപ്പിനെസ് എല്ലാം ചേഞ്ച് ആകും. ഇന്ന് ഞാൻ പറഞ്ഞ ഈ സീക്രട്സ് നിനക്ക് പുതിയതായി തോന്നിയില്ലെങ്കിൽ പോലും അത് നിന്റെ ലൈഫിൽ കൺസിസ്റ്റന്റ്ലി അപ്ലൈ ചെയ്താൽ നിന്റെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല ആളുകൾ ഈ ലോകത്ത് പരാജയപ്പെടുന്നത്, അത് അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്. സോ നിന്റെ ഫോൺ എടുത്ത് നോട്ട്സ് ആപ്പ് തുറക്കുക. ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന 3 സീക്രട്സ് എഴുതുക. ലൈഫ് ചേഞ്ച് ഒരു ഡിസിഷൻ കൊണ്ടാണ് തുടങ്ങുന്നത്. ആ തീരുമാനം ഇപ്പോൾ എടുക്കുക. Because one day is not a day in a calendar. The day is today. So starts today. ഇവ സീക്രട്സ് നോളജ് മാത്രമല്ല, ആക്ഷൻ പ്ലാൻ ആണ്. നീ ഇതെല്ലാം ഓൾറെഡി യൂട്യൂബിൽ, ബുക്സിൽ, സെമിനാറിൽ ഇതൊക്കെ കണ്ടതായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ഡൂയിങ് ഇറ്റ് ഡെയിലി? ലൈഫ് ചേഞ്ച് ചെയ്യാൻ മിറക്കിൾ വേണ്ട, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, സെൽഫ് ഡിസിപ്ലിൻ ഇവയെല്ലാം മതി. സോ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിനക്ക് ഏറ്റവും കണക്റ്റ് ആയ 3 സീക്രട്സ് എഴുതൂ. അവ 30 days സ്ഥിരമായി അപ്ലൈ ചെയ്യുക. വൺ ഡേ നീ താങ്ക് യു പറയാൻ വരും, കാരണം നിന്റെ ന്യൂ ലൈഫ് ഇന്ന് തുടങ്ങിയതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Until then, stay safe and accept the miracles right now.